ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന പുത്രൻ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ അരമണിക്കൂർ കൊണ്ട് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ 4 എപ്പിസോഡിലായിട്ട് ഞാൻ ഇത് പറഞ്ഞ് തീർത്തുകൊള്ളാം. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 19 വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തതും കാണുന്നതും അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ സ്വർഗസ്ഥ പിതാവേ, മക്കളെ കൂട്ടിവരുത്തിയതിനായ സ്തോത്രം. അനുസരണയുള്ള മകനെക്കുറിച്ച്, ദൈവ ഇഷ്ടം മാത്രം ചെയ്യുന്ന മകനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ 20 ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. പക്ഷേ ഒരിക്കൽ പോലും മറക്കാതെ പറഞ്ഞ വിഷയം നിങ്ങൾ യേശുവിൻ്റെ ഒരു ശിഷ്യൻ ആകണം എന്നുള്ളതാണ്. നിങ്ങളായോ, ശ്രമിച്ചോ, ചിന്തിച്ചോ ഇല്ല എങ്കിൽ ഇപ്പോൾ ദൈവനാമത്തിൽ ഞാൻ യാചിക്കുന്നു, ഉപേക്ഷ വിചാരിക്കരുതേ. കർത്താവായ യേശു നേടിത്തന്ന എല്ലാ സൗഭാഗ്യങ്ങളും ക്രിസ്ത്യാനിക്കല്ല, പിന്നെയോ തൻ്റെ അനുസരണയുള്ള ശിഷ്യന്മാർക്ക് മാത്രമുള്ളതാകുന്നു. അവൻ്റെ പ്രത്യേകത അവൻ പാപം ചെയ്യുകയില്ല എന്നുള്ളതാകുന്നു. അവൻ യേശുവിനെ അനുകരിക്കും, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കും. യേശു പിതാവിനെ അനുസരിച്ചു ജീവിച്ച മകനാകുന്നു. വചനം ദൈവശക്തിയുള്ള അത്ഭുതങ്ങൾ യേശു ദൈവപുത്രൻ എന്ന് തെളിയിച്ചു. ഞാൻ പിതാവിനെ പോലെ പിതാവിൻ്റെ ശക്തിയാലാകുന്നു പ്രവർത്തിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചു. പൂർവ്വശത്രുക്കളായ കൈൻ്റെ സന്തതികൾ അവനെ തിരിച്ചറിഞ്ഞു, കൂടുതൽ ശക്തിയോടെ എതിർത്തു. കാരണം ശാപത്ത് ലംഘനം മാത്രമല്ല, അവൻ ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞത് ദൈവദൂഷണം കൂടിയാകുന്നു. പോരാത്തതിന് അവൻ ദൈവത്തോട് സമനാക്കി. എന്നാൽ ഇപ്പോഴുള്ളത് മാത്രമല്ല, ഒടുക്കത്തെ ന്യായവിധി പോലും പുത്രന് കൊടുത്തത് എല്ലാവരും അവനെ ആദരിക്കേണ്ടതിന് തന്നെ. എന്നാൽ പുത്രനെ ആദരിക്കാത്തവർ പിതാവിനോട് അനാദരവ് കാട്ടുകയാകുന്നു ചെയ്യുന്നത്. ഇതാകുന്നു അനുസരണമുള്ള മകനോട് പിതാവിൻ്റെ പ്രതികരണം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മകൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21 കാണുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇത് നാം വളരെ കാര്യമായിട്ട് കരുതേണ്ട ഒരു വിഷയമാണ്. ചുമ്മാതെ ഞാൻ ദൈവത്തിന് വേണ്ടി അത് ചെയ്തു, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്കാണ്. യേശുവിൽ വിശ്വസിച്ചോ? പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവം മുൻപാകെ കരഞ്ഞ് പ്രാർത്ഥിച്ചോ? വിശുദ്ധ ജീവിതമാണോ നയിക്കുന്നത്? എല്ലാവരെയും തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ? ഇതാകുന്നു ദൈവ ഇഷ്ടം. ഇതാകുന്നു ദൈവ ഇഷ്ടപ്രകാരമുള്ള വിശുദ്ധി. അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് കൂവിയാൽ പോരാ. ബാഹ്യമായ കയ്യാങ്കളി നമ്മെ രക്ഷിക്കുകയില്ല, മറിച്ച് നമ്മെ നശിപ്പിക്കും. അങ്ങനെ നാം കാണുന്ന പലരും നിത്യമായി നശിച്ചു. പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ദൈവ ഇഷ്ടമാകുന്നു. പാപം ചെയ്തിട്ട് അച്ഛനെ കണ്ടാൽ മതിയാകുകയില്ല. ക്രിസ്തുവിനെ ധരിച്ചവരെല്ലാം പാപത്തിൽ നിന്നും ഓടി മാറട്ടെ. ദൈവ ഇഷ്ടം അറിയാൻ നാം കാത്തിരിക്കുമോ? നമ്മുടെ കർത്താവ് 4000 വർഷം കാത്തിരുന്നു. ഞാനീ പറയുന്നത് എന്താണ്? അതായത് ലോകത്തിൻ്റെ തുടക്കത്തിൽ നമ്മളീ പറയുന്നത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചതല്ലേ. 4000 വർഷം കഴിഞ്ഞാണ് യേശു രക്ഷകനായി ഭൂമിയിൽ വരുന്നത്. അത് ദൈവവിഷ്ടം
അറിയാനെടുത്ത ടൈമാണ്. ഗലാത്യ ലേഖനം 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. രക്ഷകൻ്റെ വരവ് അറിയിച്ചത് സ്നാപക യോഹന്നാൻ എങ്കിലും രക്ഷകനായി വന്നത് സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. അതാണ് ദൈവ ഇഷ്ടം. ലോകസ്ഥാപനത്തിന് മുമ്പുള്ള പ്രവചനം നിവൃത്തിയായത് ദൈവ ഇഷ്ടം. നോക്കുക, എത്ര വലിയ പ്രോജക്റ്റാണ്. ദൈവപുത്രൻ ഒരു സാധാരണ സ്ത്രീയിൽ നിന്നും ജഡം ധരിക്കുന്നു. സാക്ഷാൽ ദൈവം നമുക്കായി വെറും മനുഷ്യനാകുന്നു. നിയമത്തിന് കീഴടങ്ങി ജീവിക്കുന്നു. സകലത്തിനും ഉടയവൻ സകലത്തിനും കീഴാക്കുന്നു. ദാസനായി ജീവിക്കുന്നു. നിയമത്തിന് കീഴിലുള്ളവരെ സ്വതന്ത്രർ മാത്രമല്ല വീണ്ടെടുക്കപ്പെട്ടവരാക്കുന്നു. സ്തോത്രം! ഇതാകുന്നു ദൈവ ഇഷ്ടം. ഈ മകൻ പിതാവിൻ്റെ ഇഷ്ടം അറിയുവാൻ ക്ഷമയോടെ 18 വർഷം കാത്തിരുന്നു. ലൂക്കോസ് 2:52. അത് നമുക്ക് പിന്നീട് അതേപ്പറ്റി കൂടുതൽ പഠിക്കാം. യോഹന്നാൻ 4:14 യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. മുൻപ് നാം ഒരിക്കൽ കണ്ടു, ദൈവാലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളയുന്നു. ഇപ്പം ഇതാ പ്രവൃത്തി ചെയ്യുന്നതാണ് ആഹാരം എന്ന് പറയുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പുണ്ട്. അവരെ ഒരു പ്രത്യേക രീതിയിൽ രക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം. അവർ കഷ്ടം സഹിക്കുവാൻ അഭ്യസിച്ചവരാകുന്നു. കഷ്ടം ഒന്നും സഹിക്കാതെ വന്ന് കർത്താവ് നമ്മളെ റാഞ്ചിയെടുത്താൻ കൊണ്ടുപോകുന്ന ഒരു പഠിപ്പീരുണ്ട്. അത് ശരിയല്ല. കഷ്ടം സഹിക്കാതെ രക്ഷയില്ല എന്ന് നമ്മൾ പല ആഴ്ചകളിൽ പറഞ്ഞ വിഷയമാണ്. ഈ ആൾക്കാർ കഷ്ടം സഹിക്കാൻ അഭ്യസിച്ചവർ ആകുന്നു. പൗലോസിനെ ഓർക്കുക, പിടലി വെച്ചു കൊടുത്തു. എല്ലാ കഷ്ടവും അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. എല്ലാം സഹിച്ചിട്ട് കൊടുക്കുക, പിടലി വെച്ചു കൊടുത്തു. രണ്ടാമത്, യേശുവിനെ വിട്ടതിൻ്റെ ഒരു ഉദ്ദേശം ശിഷ്യന്മാരെ കൂടെ അടുപ്പിക്കുകയും യേശുവിനോട് കൂടെ സന്തോഷിക്കുന്നതിന് അവരെ അഭ്യസിപ്പിക്കുന്നതിനും ആയിരുന്നു. ശിഷ്യന്മാരെ എടുത്തത് തുടർച്ചയായി ദൈവവേല നടത്തുന്നതിന് മാത്രമല്ല, സ്വർഗീയമായ സന്തോഷം, ഒന്നുമില്ലായ്മയിൽ സ്വർഗീയമായ സന്തോഷം കണ്ടെത്തുന്നതിന് അവരെ പഠിപ്പിക്കുന്നതിനുമായിരുന്നു. ശരീരത്തിന് ഭക്ഷണം ആവശ്യമായിരുന്നപ്പോൾ വിശപ്പും ദാഹവും അവൻ മറന്നുപോയി. 40 നാൾ തിന്നുകയും കുടിക്കുകയും മറന്നുപോയി. ദൈവത്തിൻ്റെ ഇഷ്ടം ആയിരുന്നു. അവൻ്റെ ഭക്ഷണവും പാനീയവും നാലാമതായി എപ്പോഴും വേലയിൽ സന്നദ്ധൻ മാത്രമല്ല, ശുഷ്കാന്തിയും സൂക്ഷ്മതയും ഉള്ളവനായിരുന്നു. കൂടാതെ തനിക്ക് തന്ന വേല എപ്പോഴും മനോഹരമായി തികയ്ക്കുവാൻ ശേഷിയും ശേമുഷിയും ഉള്ളവനായി തികച്ചും ആ വേല തികച്ചു എന്നുള്ള കാര്യം ഓർക്കണമേ. ദേവാലയ ശുദ്ധീകരണം നടത്തിയപ്പോൾ നാം കണ്ടതും കേട്ടതുമാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു. എല്ലാം തികഞ്ഞു എന്ന് പറയുവോളം അവൻ ഒരു വേലയും ഉപേക്ഷിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദൈവത്തിൻ്റെ വേലക്കാർ ആരംഭശൂരന്മാരാകുന്നു. എന്നാൽ തികഞ്ഞു എന്ന് പറയുവാൻ അവർക്ക് കഴിയുമോ? അതാകുന്നു ക്രിസ്ത്യാനിയും ശിഷ്യനുമായുള്ള വ്യത്യാസം. ശിഷ്യൻ വേല തികയ്ക്കും, തികച്ചിരിക്കും. ക്രിസ്ത്യാനി ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകുന്നു. അവനെ ഞാൻ വായിൽ നിന്ന് ഉമണ്ണ് കളയും, എന്ന് വെച്ചാൽ തുപ്പിക്കളയും, ഛർദ്ദിച്ച് കളയും. ദൈവ ഇഷ്ടം ചെയ്യുന്ന ശിഷ്യനെ ചേർത്ത് കൊള്ളും. മാറോട് ചേർത്ത യോഹന്നാനെ മറക്കരുത്. ഇതാകുന്നു നമ്മുടെ യജമാനൻ നമുക്ക് വെച്ചെന്ന ദൃഷ്ടാന്തം. പല ക്രിസ്ത്യാനികളും എൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാരായി. അവരെല്ലാം ചോദിച്ച ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കട്ടെ. ഞാൻ എന്തു ചെയ്യണം? ഉത്തരം:
നിങ്ങൾ സ്വീകരിച്ച സ്നാനം കർത്താവിന് ഇഷ്ടമാകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആത്മാവിലുള്ള സ്നാനം ആവശ്യപ്പെടണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. നിങ്ങൾ പാപം ചെയ്യരുത്. ജീവിതത്തിൽ യേശുവിനെ അനുകരിക്കണം. അത്രമാത്രം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മളല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ കർത്താവേ, ഞാൻ ആട് ഇടയൻ്റെ പിന്നാലെ പോകുന്നത് പോലെ പോകുന്നു. പച്ചയായ പുൽപ്പുറം നിനക്കറിയാം, സ്വച്ഛതയുള്ള വെള്ളം എവിടെയെന്ന് നിനക്കറിയാം. ഞാൻ നിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞ് പോയാൽ മതി, എല്ലാം കർത്താവ് ചെയ്തോളും. ഇതാണ് ശിഷ്യന് ഉള്ള ഒരു അഡ്വാൻറ്റേജ്. എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തോളും. അവനെ അനുകരിക്കുക, പിന്തുടരുക. യേശു ദൈവ ഇഷ്ടം കണ്ടെത്തുന്ന വഴി നോക്കണേ. യെശയ്യാ 50:4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ. ഇത് യെശയ്യാവ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ്. യേശു ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരുന്നു. ചില സമയങ്ങളിൽ കർത്താവായ ദൈവവും മറ്റ് സമയങ്ങളിൽ മനുഷ്യനായും ചിലപ്പോൾ വെറും യഹോവയുടെ ദാസനായും ഇടപെടുന്നത് കാണാം. അവൻ നുറുങ്ങിയ ഹൃദയമുള്ളവരെ, തകർന്നിരിക്കുന്നവരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ, ഉപദ്രവത്താൽ സഹികെട്ടവരെ കർത്താവായ ദൈവത്തിൻ്റെ സമാധാനം പ്രഖ്യാപിക്കുന്നതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നതിനാൽ അതേ ദൈവചൈതന്യം അവനിലും ഉണ്ടായിരുന്നു. കൂടാതെ മറ്റാർക്കും അതുപോലെ സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യെശയ്യാ പറഞ്ഞത് ശ്രദ്ധിച്ചോ? രാവിലെ രാവിലെ അവനെ ഈ ദിവ്യശക്തി ഉണർത്തും. മാത്രമല്ല, പിതാവ് നൽകുന്ന സുവിശേഷത്തിൻ്റെ പൂർണ്ണ രൂപം അവൻ പ്രഖ്യാപിക്കും. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്യുന്ന മകനെന്ന കർത്താവേ സ്തോത്രം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണമേ. അവൻ അന്യരോട് കൂടിയാലോചന നടത്തിയിരുന്നില്ല. നമ്മുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും എയോട് ചോദിക്കും, ബിയോട് ചോദിക്കും, സിയോട് ചോദിക്കും. അവരെല്ലാം അപ്രാപ്തരാ. കാരണം എന്ന് വെച്ചിരുന്നാൽ യേശുവിന് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാരും അന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് യേശു തമ്പുരാൻ രാവിലെയും വൈകിട്ടും പിതാവിൻ്റെ അടുക്കൽ കുറേയേറെ സമയം ചെലവഴിച്ച് ഇൻസ്ട്രക്ഷൻ റിസീവ് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻ നടത്തുന്നത്. അതാണ് യേശു തമ്പുരാൻ്റെ പ്രകൃതം. നാം അത് കണ്ടുപഠിക്കണം. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുക പതിവായിരുന്നു. ആത്മീകർ എപ്പോഴും ദൈവശബ്ദത്തിനായി കാത് കൂർപ്പിച്ചിരിക്കും. അതാകുന്നു പ്രാർത്ഥന. പിതാവേ, കേൾപ്പിക്കണമേ, അടിയൻ ശ്രദ്ധിക്കുന്നു. ലൂക്കോസ് 2:49. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞിനെ തിരഞ്ഞ് ഓരോരുത്തർത്ത് ഓടി നടന്നു. അത് നമ്മൾ കണ്ടതാണ്. 12 വയസ്സുള്ള സന്ദർഭത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞ എന്തിന്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം, നിങ്ങൾ എന്നെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. അമ്മേ, അപ്പാ, നിങ്ങൾ എന്നെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലല്ലേ ഇരിക്കേണ്ടത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാവലിലും സംരക്ഷണയും ഉള്ളിടത്തല്ലേ ഇരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഉള്ള ചുമതല ദൈവത്തെ അല്ലേ ഏൽപ്പിക്കേണ്ടത്. യെശയ്യാ 49:2 നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ എൻ്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ഹല്ലേലൂയ. നമുക്കിത് വല്ലതും അറിയാവോ? നമ്മുടെ കർത്താവ് നമ്മളെ എത്ര ഭദ്രമായിട്ടാണ്
നോക്കി നടത്തുന്നത് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ പിതാവ് എപ്രകാരം സൂക്ഷിച്ചു വെച്ചിരുന്നു അതുപോലെ സഭയെയും കാത്തു പരിപാലിക്കും. പക്ഷേ ഏത് സഭ? ഓരോരുത്തരും പറയും എൻ്റെ സഭ, എൻ്റെ സഭ. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരെ ദൈവത്തിൻ്റെ സഭയെന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ സഭയാണ്. എത്ര സഭയുണ്ട്? ആകെ കർത്താവിൻ്റെ സഭ ഒരു സഭ. ശിഷ്യന്മാരുടെ സഭ, കർത്താവിൻ്റെ സഭ ശിഷ്യന്മാരുടെ സഭ. അനുസരണം കെട്ട ശിഷ്യൻ ആകുവാൻ മനസ്സില്ലാത്തവർ വായിൽ വെള്ളം കൊള്ളണ്ട. 12 വയസ്സുവരെ എല്ലാ കൊല്ലവും എരുശലേമിൽ വന്നതല്ലേ, ഈ വർഷം മാത്രം എന്തുകൊണ്ട് കുഞ്ഞ് നഷ്ടമായി പോയി? വേദപണ്ഡിതരോട് തർക്കിച്ചു. അപ്പോഴാകുന്നു ദൈവ ഇഷ്ടം വെളിവായത്. അതാണ് അനുസരണം. 12 വർഷം കാത്തിരുന്നു. അതുകൂടാതെ വേല തികയ്ക്കാതെ എങ്ങനെ വീട്ടിൽ പോകും? ഇവിടെ യേശു തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുന്നു. കർത്താവ് തന്ന വേല ഭംഗിയായി നിറവേറ്റിയിട്ട് വേണം അടുത്ത വേല തേടാൻ. എല്ലാം കൂടെ ഒരവിയൽ പോലെ നമ്മളാക്കരുത്. കർത്താവിനൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അറിയുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവേ, അടിയൻ ഇന്ന് എന്താണ് ചെയ്യണമെന്ന് അടിയനെ അറിയിക്കണമേ. ആ ശമൂവേൽ പറഞ്ഞ പോലെ കർത്താവേ കൽപ്പിച്ചാട്ടെ, അടിയൻ കേൾക്കുന്നു. അടുത്ത വേല തേടാം. ദൈവം തന്ന വേല സുവിശേഷമാകുന്നു. ആരെങ്കിലും മുന്നോട്ട് വന്നോ? നാം അത് അച്ഛനും പാസ്റ്റർക്കും വിട്ടുകൊടുത്തു. അച്ഛനും പാസ്റ്ററുമാണോ സുവിശേഷ വേല ചെയ്യേണ്ടത്? സുവിശേഷ വേല ശിഷ്യന്മാരുടെ വേലയാണ്. നിങ്ങളൊരു ശിഷ്യനാണോ? നിങ്ങൾ സുവിശേഷ വേല ചെയ്തിരിക്കണം. നിങ്ങൾ കണ്ടവർക്ക് വേല വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയി. യേശു വേല തീർത്തിട്ട് പോയി. ഈ പാട്ടും പാടിക്കൊണ്ടുപോയി. ഏത്? എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വ്യക്തിപരമായി യേശുവുമായിട്ട് നമ്മൾ ഇടപെടുന്ന കാര്യമാണ്. അത് ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞു. 2-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിലൊരു വാക്യം കിടപ്പുണ്ട്. അതായത്, നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുക. പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചുമ്മാ ഒന്ന് വായിച്ച് പോവുകയാണോ? അല്ല. നിങ്ങളുടെ ബെഡിൻ്റെ ഇടത്തോ വലത്തോ സ്ഥലമുള്ള സ്ഥലത്ത് താഴെ ഒരു പായ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിടുക. എന്നിട്ട് എൻ്റെ യേശു തമ്പുരാൻ എൻ്റെ ചുംബനമേൽക്കാൻ ഇതാ വന്ന് നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ പറയുക. എന്നിട്ട് യേശു ആ പായയുടെ ഒരു ഭാഗത്ത് നിൽപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പാദത്തിൽ ചുംബിക്കുക. ഇതാണ് നമ്മുടെ ആരാധനയുടെ തുടക്കം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, 3 പുരുഷന്മാർ വരുന്നത് കണ്ടു. അബ്രഹാം ഓടിച്ചെന്ന് അബ്രഹാം അവരുടെ മുൻപാകെ സാഷ്ടാംഗം വീണു. ഒരു സല്യൂട്ട് അടിക്കുകയോ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ അല്ല നമ്മുടെ കർത്താവിൻ്റെ ആരാധനയുടെ സ്റ്റൈൽ. നമ്മൾ വെറും പുഴുക്കളല്ലയോ, ഫ്ലാറ്റായിട്ട് അങ്ങ് വീഴുക. ആ നെറ്റി ആ കാൽപാദത്തിൽ മുട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദർ ഇസ് എ ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ യു ആൻഡ് ജീസസ്. നിങ്ങൾ തമ്മിലൊരു ബന്ധമായി കഴിഞ്ഞു. ചുംബിക്കുക എന്ന് പറഞ്ഞ ആ പാദത്തിൽ നിങ്ങൾ ചുംബിക്കുമ്പോൾ യു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫിസിക്കൽ കോൺടാക്ട്.
നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നെയ്തർ യു ആർ ആൻ ഏലിയൻ നോർ ജീസസ് ഈസ് ആൻ ഏലിയൻ, യു ആർ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഗുരുവും നിങ്ങൾ ശിഷ്യനും യേശുവമ്പുരാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. അത് വളരെ വിലപ്പെട്ട ഒരു ബന്ധമല്ലയോ? നിങ്ങൾക്ക് തോന്നുന്നില്ലയോ? അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് യേശുവമ്പുരാൻ നമുക്ക് അയച്ചെന്ന് കാര്യസ്ഥനാകുന്നു പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന് നിങ്ങൾ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിന് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒന്നും സാധിക്കത്തില്ല. ഓടി വന്നിട്ട് പരിശുദ്ധാത്മാവേ ഇവനെ നിറയ്ക്കുക, ഇവനെ അനുഗ്രഹിക്കുക, ലെറ്റ് ദെയർ ബി ആൻ അനോയിൻമെൻറ്റ് ഓൺ ഹിം എന്ന് പറയും. യു ആർ അനോയിൻറ്റഡ്. നിങ്ങൾക്കിനി അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നിങ്ങൾ അന്നേരം എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ജഡീകമായ കാര്യങ്ങളും പണസംബന്ധമായ കാര്യവും വസ്തുക്കളും ഒരിക്കലും പറയരുത്. അതൊക്കെ കർത്താവിനറിയാം. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണമേ. തുടർന്നുള്ള സമയത്തും നമുക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മക്കളായിരിക്കണം നിങ്ങളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ഇഷ്ടം അറിഞ്ഞ് ദൈവവേല ചെയ്യുന്നവൻ യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കുവാനും അടിയങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.